ആശാനെ നോക്കി നിൽക്കാൻ വാതിൽ തുറക്ക്. മിണ്ടാതിരിക്കടാ, ഞാൻ തുറക്കാം. ആശാനെ അവളെ തന്നെയാണ് ഇവിടെ. അതേടാ, ശബ്ദം ഉണ്ടാക്കി അവര് പറഞ്ഞു വെച്ചവള് തന്നെ. ആശാനെ എങ്ങനെ അവളെ അടുത്ത് ചാക്കിലേക്കിടാ? അത് തന്നെയാണ് ഞാനും ആലോചിക്കുന്നത്. നീ നോക്കിക്കോടാ, ഇതോടെ നമ്മൾ രക്ഷപ്പെടും. പഴയ പോലെ ബസ് സ്റ്റോപ്പിലും കല്യാണ വീട്ടിലൊന്നും പോയി മോഷ്ടിക്കേണ്ടി വരില്ല. ഇതാ നമ്മുടെ ഭാവി. ഇത് നമ്മുടെ സ്വർണ്ണക്കുടമാണ്, സ്വർണ്ണക്കുടം. ആശാനെ സംസാരിച്ച സമയം എങ്ങനെ ഇവിടെ ചാക്കിലേക്ക് കയറ്റണം? അതിന് എന്റെ അടുത്തൊരു ഐഡിയ ഉണ്ടാ. നീ നോക്കിക്കോ, ഇത് നോക്കടാ. ഇതെന്താ ആശാനെ? ഇതവളുടെ മുഖത്ത് വെച്ച് ഏത് കൊലകൊമ്പനായും ബോധം കിട്ടും. അവളിപ്പോ ബോധം പോകുന്നു. നീ നോക്കിക്കോ. ആശാനെ ബോധം പോയോ? ആടാ, നീ ധൈര്യമായിട്ട് വന്നവാ. ആശാനെ പിടിക്ക്, അവളെ ചാക്കിലേക്ക് കയറ്റാം. ചാക്കിലേക്കാക്ക്. ഓ ശരി ആശാനെ. ആശാനെ നല്ല കാലയുടെ സൂക്ഷിച്ച്. ഞാൻ ഫോട്ടോ നോക്കി നിൽക്കുന്നത് ചാക്ക് വേഗം കേട്ടെ. ആ ശരി ആശാനെ. ഇനി ഇങ്ങനെ ആശാനെ ഇത് പുറത്തെത്തിക്കാം. നമുക്ക് രണ്ടാക്കും കൂടി പിടിക്കാം. നീ പിടിക്ക്. ആ ശരി ആശാനെ. എടാ സൂക്ഷിച്ച്. എടാ അങ്ങനെ തന്നെ പിടിക്കണോ? ആശാനെ വേഗം പിടിക്കാൻ നടക്ക്. ആശാൻ നിങ്ങളൊന്ന് വേഗം നടക്ക്. എനിക്ക് പേടിയായിട്ട് വയ്യ. ഓ എനിക്കുണ്ടൊരു പേടി. നീ വേഗം നടക്ക്. നിന്റെ മുഖത്ത് എന്താണ് ഒരു വിഷമം പോലെ? ഒന്നുമില്ല ആശാനെ, നമ്മളിതുവരെ ഇങ്ങനത്തെ ഒന്നും ചെയ്തിട്ടില്ലല്ലോ, അതുകൊണ്ടൊരു കുറ്റബോധം. നീ പേടിക്കണ്ട, നമ്മൾ ആദ്യമായിട്ട് അവസാനമായിട്ട് ചെയ്യുന്നത് ഇതൊന്നും കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇഷ്ടംപോലെ കാശ് കിട്ടും. അതുള്ള എത്ര വേണമെങ്കിലും കാശ് തരാന്നാ പറഞ്ഞേ. അല്ല ആശാനെ, ഇവിടെ എന്ത് ചെയ്യാനാ പറഞ്ഞേ? അവളെ കൊന്നു കളയാനാടാ. കൊന്നു കളയാനോ? അതില്ലേടെ ഞാൻ പറഞ്ഞേ, നമ്മൾ ആദ്യമായിട്ട് അവസാനമായിട്ട് ചെയ്യുന്നതാണ്. ഇതൊന്നും കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒന്നും ചെയ്യില്ല. പിന്നെ ഫുൾ സെറ്റിഡ്. ഞാൻ നീ കാശ് പകുതി എടുക്കുന്നു. ഞാൻ എന്റെ വഴിക്ക് വന്നു, നീ നിന്റെ വഴിക്ക് വന്നു. എന്നാലും ആശാനെ കൊന്നു കളയാന്നൊക്കെ വെച്ചാ നീ അതൊന്നും നോക്കണ്ട, എല്ലാം ഞാൻ ചെയ്തോളൂ. ആ സ്ത്രീക്ക് എന്താ ഇവിടെ ഇത്ര പക? അതൊന്നും ചോദിക്കാൻ നമ്മൾ പോകേണ്ട ആവശ്യമില്ലല്ലോ. എനിക്ക് തന്ന കൊട്ടേഷൻ ഞാൻ വൃത്തിയായി ചെയ്യും. നീ നോക്കിക്കോ. ഏണ്ട ആശാനെ, ദൈവത്തിന് നിരക്കാത്ത പരിപാടി ഇതൊക്കെ. ഇതൊന്നും നമ്മൾ ചെയ്യണ്ട. നീയൊന്നും മിണ്ടാതിരുന്നേടാ. ഓർമ്മ വെച്ച് നാളെ തൊട്ട് തുടങ്ങിയത് ഈ കഷ്ടപ്പാട്. അതിൽ നിന്നൊക്കെ രക്ഷ നേടാൻ കിട്ടിയ വഴിയാ. നീ വെറുതെ അത് ഇല്ലാതാക്കരുത്. ആശാൻ എന്തെങ്കിലും ശബ്ദം കേട്ടോ? എന്ത് ശബ്ദം കേൾക്കാനടാ? എനിക്ക് ഈ ചാക്കിൻ്റെ എന്ത് ശബ്ദം കേൾക്കുന്നോട് തോന്നുന്നു ആശാനെ. അത് നീ പഠിക്കണ്ട. ആന വന്നാൽ പോലും അവൾ ഇടിക്കൂല. അങ്ങനത്തെ മയക്കാൻ നമുക്ക് കൊടുത്തിരിക്കുന്നത്. പക്ഷെ അത് വീണ്ടും എന്താ പാമ്പാറ്റോ പറയുന്നത് ശബ്ദം. എന്നാലേ വണ്ടിയിൽ പാമ്പ് കയറിട്ടോ. നീ ഒന്ന് ചുമ്മാതിരിക്കട്ടെ അവിടുന്ന്. പാമ്പ് ഇപ്പൊ കേട്ടോ? ആ അത് ഞാൻ കേട്ടു. വണ്ടിയുടെ ടയറിന് എന്താ പറ്റിയോ? ഞാനൊന്ന് നോക്കട്ടെ. ആ ശരി അശ്വനെ, എനിക്ക് തോന്നുന്നത് തന്നെയാണ്. നല്ല മഴയും തുടങ്ങി. അവിടെ നിൽക്കട്ടെ, ഒരു ഭാഗത്ത് സൈഡാക്കട്ടെ. ആ ശരി അശ്വനെ. അശ്വനെ വേഗം നോക്ക്, സൗണ്ട് കൂടി വരുന്നുണ്ട്. ആ നീ പേടിക്കാതെ, ഒരു ഭാഗത്ത് സൈഡാക്കട്ടെ. നീ ഇവിടെ ഇരിക്കും, ഞാനൊന്ന് പോയി നോക്കട്ടെ. അശ്വനെ സൂക്ഷിച്ചു. അയാളുടെ കുഴപ്പമൊന്നും കാണുന്നില്ലല്ലോടാ. പിന്നെ എന്താ ശബ്ദം? നീ ഒന്നും ഇങ്ങോട്ട് അറിയാന്നേ. പിന്നെന്താ അശ്വന ശബ്ദം? എനിക്ക് പേടിയാവുന്നു. അതുമല്ല ഇടിയിലായിരിക്കടാ. അല്ല അശ്വന, എനിക്കൊന്നും തോന്നുന്നില്ല. ആശാനിപ്പോ എന്തെങ്കിലും ശബ്ദം കേട്ടോ? എടാ അങ്ങോട്ടൊന്ന് തിരിഞ്ഞു നോക്കടാ. അയ്യോ അയ്യോ, ആരാ ആരാ? ഇതെങ്ങനെ? അതിന് കുട്ടിയെ ഞങ്ങളൊന്നും കൊണ്ടുപോയില്ലല്ലോ. അയ്യോ അയ്യോ, ഞങ്ങളോട് ക്ഷമിക്കണേ. ഞങ്ങൾ അറിയാണ്ട് പറ്റിപ്പോയതാ. അയ്യോ ഇല്ല, ഞങ്ങളൊന്നും ചെയ്യില്ല. ഞങ്ങളെ വെറുതെ വിടണം. അയ്യോ ഞങ്ങൾക്കൊരു തെറ്റ് പറ്റിപ്പോയി. ഞങ്ങളോട് ക്ഷമിക്കണം. ഞങ്ങൾ ഉപദ്രവിക്കരുത്. അയ്യോ വേണ്ട വേണ്ട, ഞങ്ങൾക്കൊന്നും ചെയ്യണ്ട. ഞങ്ങളെ ജീവനോട് വെറുതെ വിട്ടാ മതി. ആശാനെ എനിക്ക് പേടിയാവുന്ന ആശാനെ. ഞാൻ പറയാം. അത് ആ വീട്ടിൽ ഏതൊരു കൊച്ചമ്മയാ. പേര് വിലാസം എന്നോട് പറഞ്ഞിട്ടില്ല. അയ്യോ ആശാനെ, എനിക്ക് നമുക്ക് പോവാം. അയ്യോ രക്ഷിക്കണേ. മാത്രമേ